വീണ്ടും നമ്മൾ നിലമ്പൂരിലേക്ക് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. 5 മണിയിലെ കണക്ക് പ്രകാരമുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് 70% കടന്നിരിക്കുന്നു നിലമ്പൂരിലെ പോളിംഗ് ശതമാനം. 70.76 5 മണി വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. അതായത് ഭേദപ്പെട്ട നല്ല ഒരു പോളിംഗിലേക്ക് നിലമ്പൂർ മണ്ഡലം പോകുന്നു എന്നുള്ളതാണ്. അരമണിക്കൂർ കൂടി ഇനിയും വോട്ട് രേഖപ്പെടുത്താൻ അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഫൈനൽ കണക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനം എന്ന നിലയ്ക്ക് തന്നെയാണോ അടയാളപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ വളരെ ഉദ്യോഗത്തോടെ നോക്കിക്കാണേണ്ടുന്ന സാഹചര്യമാണ്. ഇത് 5 മണിക്ക് വന്ന കണക്കാണ് ഈ 70% എന്ന് പറയുന്നത്. അതായത് പിന്നീടും അരമണിക്കൂർ കൂടി പിന്നിട്ടിരിക്കുന്നു. ഇനിയും അരമണിക്കൂർ കൂടി വോട്ട് രേഖപ്പെടുത്താനുണ്ട്. രാഗിൻ, മികച്ച പോളിംഗിലേക്കോ നിലമ്പൂർ? ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പോളിംഗിലേക്ക് നിലമ്പൂർ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 70%-ഓളമായി പോളിംഗ്. നമ്മൾ ഈ നിൽക്കുന്ന രണ്ട് ബൂത്തുകൾ, ഈ രണ്ട് ബൂത്തുകൾ 242ഉം 243ഉം, അത് പൂക്കോട്ടും പാടത്താണ്, AUPS സ്കൂളാണ്. അവിടെ 75%-ഉം 76%-ഉം ഒക്കെയാണ് ഈ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ശരാശരി പോളിംഗിനേക്കാൾ ഉയർന്ന പോളിംഗ് ഈ ബൂത്തുകളിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ അമരമലം പഞ്ചായത്തിലാണെങ്കിലും പല പഞ്ചായത്തുകളിലാണെങ്കിലും മികച്ച പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇപ്പോൾ മറ്റിടങ്ങളിലൊക്കെ നമ്മൾ കാണാറ് രാവിലെ നല്ല തിരക്കുണ്ടാവും, ഉച്ചയ്ക്ക് അല്പം തിരക്ക് കുറയും, വൈകിട്ട് പല ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മളിപ്പോൾ അമരമ്പലത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള മോഡൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിരുന്നു. അവിടെ തിരക്കില്ല, ഇവിടെയും തിരക്കില്ല. അങ്ങനെ പല ബൂത്തുകളിലും തിരക്കില്ല. അതിനുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ 75ഉം 78ഉം ചിലയിടങ്ങളിൽ 80%-ഉം ഒക്കെ പോളിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രാവിലെ തന്നെ ഓരോരുത്തരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മടങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ നമ്മൾ നിലമ്പൂർ നഗരസഭയിലെത്തിയപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ചുങ്കത്തറ അവിടെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോഴും വലിയ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി മറ്റു പലയിടങ്ങളിലും തിരക്ക് കുറഞ്ഞു. അതായത് രാവിലെയാണ് ഈ നിലമ്പൂരിൽ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ മറ്റ് ചിലർ പോളിംഗ് എത്തി വൈകിട്ട് ആക്കാമെന്ന് വിചാരിച്ചു വോട്ട്. അതെ, കുറച്ച് പണിയുണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. ഇപ്പോൾ വലിയ ഒട്ടും തിരക്കില്ല. അതെ, എല്ലാം നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ട് പോകുന്നു. സുഗമമായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. സുഖമായി വോട്ട് ചെയ്യും. മഴയും അത്ര പ്രശ്നങ്ങളൊന്നും ബാധിച്ചില്ല? ഒന്നുമില്ല, എല്ലാം ക്ലിയറായി. എങ്ങനെയാണ്? ശരി, താങ്ക് യു. കഴിഞ്ഞ തവണ ഈ സമയത്താണോ വന്നത്? അല്ല, രാവിലെ വന്നു. രാവിലെ നല്ല തിരക്കാണ്. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണഗതിയിൽ കൊച്ചിയിലെ നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ആണെങ്കിൽ ഈ വൈകിട്ടൊക്കെ വലിയ തിരക്ക് കാണും പോളിംഗ് ബൂത്തുകളിൽ കാണും. ഇവിടെ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? അതോ ഇവിടെ ഈ തവണയാണോ? അറിയില്ല, ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടില്ല. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, വന്നില്ല. രാവിലെ വന്നിട്ടുള്ളൂ. രാവിലെ വന്നിട്ടുള്ളൂ. രാവിലെ തിരക്കുണ്ടാവാറുണ്ട്. വൈകിട്ട് തിരക്ക് എങ്ങനെ? അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ശരി, താങ്ക് യു. എന്തായാലും അതാണ് പലരും പങ്കുവയ്ക്കുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ ഈ പല ബൂത്തുകൾക്ക് മുന്നിലും ഒട്ടും തന്നെ തിരക്കില്ല. എന്തായാലും ഈ പാലക്കാടൊക്കെ കണ്ടു, പല ടോക്കൺ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഇത്ര സമയം 6 മണിക്ക് മുൻപെത്തുന്നവർക്ക് ടോക്കൺ കൊടുത്ത് പിന്നീട് 7 മണി 7:15 വരെയൊക്കെ പോയ സമയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഭൂരിഭാഗം ബൂത്തുകളിലും അങ്ങനെയില്ല. ഏതായാലും ഏതാണ്ട് പോളിംഗ് ഒക്കെ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാകുന്നത്. 263 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിൽ ആകെയുള്ളത്. അങ്ങനെ ഓരോ സ്ഥലത്തും ബൂത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2,32,381 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ ഈ അവസാന കണക്കെത്തുമ്പോൾ 21%, 2021-ൽ 75%, അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒട്ടും അങ്ങനെ വരാറില്ല. ഇപ്പോൾ വയനാട് ലോക്സഭയുടെ കാര്യത്തിലെടുത്താൽ കഴിഞ്ഞ 2024 ലോക്സഭയിൽ അന്ന് വയനാട് ഉണ്ടായ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 71%. അപ്പോൾ അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ 61 കുറഞ്ഞു. അതായത് 10% കുറഞ്ഞു. വളരെ മോശം പോളിംഗ് ആയിരുന്നു അന്ന് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേവലം 8 മാസമേ ഉള്ളൂ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും വളരെ ആവേശത്തോടു കൂടി വന്ന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അത്തരം ആവേശ കാഴ്ചകൾ ആരെ തുണയ്ക്കും ആരെ പിണക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും വലിയ ആവേശത്തോടുകൂടി വലിയ ആവേശം തന്നെ പോളിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വോട്ടർമാർ പ്രകടിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം ചുങ്കത്തറ, കരുളായി, അമരമലം, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഇവിടെയൊക്കെ തന്നെ 70% പിന്നിട്ടിരിക്കുന്നു. ആ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിലും വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ്. UDF-ന് മേൽക്കൈ ഉള്ള സ്ഥലങ്ങളിലായാലും പോത്തുകലിൽ LDF-ന് മേൽക്കൈയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോളിംഗ് ശതമാനം കൂടുതൽ രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ LDF കേന്ദ്രങ്ങൾ തീർച്ചയായും പരമാവധി വോട്ടർമാരെ, പാർട്ടി വോട്ടർമാരെ അവരുടെ വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും പരമാവധി ആളുകളെയും എത്തിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നതിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിൻ്റെ ചില മന്ദതകൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ സാധാരണ ഉണ്ടായിരുന്നു. അതിവിടെ ഒരു പക്ഷേ സംശയങ്ങളായി നമ്മളൊക്കെ അങ്ങനെ ആശങ്കകളൊക്കെ പറയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതല്ല
ഒരു പോളിംഗ് ശതമാനം 5 മണി വരെ രേഖപ്പെടുത്തുന്നത് എന്നാണ് ഏറെക്കുറെ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. ആ 1 മണിക്കൂറിലെ കണക്ക് കൂടി വരികയാണെങ്കിൽ ഒരു ഭേദപ്പെട്ട എന്ന് പറയുമ്പോൾ ഒരു 75 മെച്ചപ്പെട്ട പോളിംഗിലേക്ക് മണ്ഡലത്തിലെ ഈ വോട്ടിംഗ് പെർസെന്റേജ് പോകുമെന്ന് ഏകദേശം ഉറപ്പാണ്.